വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതിൽ സ്കൂളിനെ രൂക്ഷമായി വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തുകയാണ്. മതേതരത്വത്തിന് വെല്ലുവിളിയായി കാര്യങ്ങൾ നടത്താൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ല. ഗണഗീതം ദേശഭക്തിഗാനമാണെന്ന അറിവ് പ്രിൻസിപ്പലിന് എങ്ങനെ കിട്ടിയെന്നും വി ശിവൻകുട്ടി ചോദിച്ചു. സ്കൂളുകൾ ഏതാണെങ്കിലും NOC നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി. ഇന്ത്യൻ റെയിൽവേയുടെ അധികാരികളും അവരെ നിയന്ത്രിക്കുന്നവരും ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇത് അഹങ്കാരത്തിൻ്റെ സ്വരമാണ്. ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഇതിൻ്റെ തെളിവാണ്. ഏത് മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ NOCയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. ദേശഭക്തി ഗാനമാണെന്നുള്ള വിജ്ഞാനം അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളവരറിയില്ല. അതടക്കമുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരും പറയുന്നതനുസരിച്ചാണോ ദേശഭക്തി ഗാനം ആയി വരുന്നത്? പ്രിൻസിപ്പൾക്ക് ഇത് വിലയിരുത്തി പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, അദ്ദേഹം അധ്യാപകൻ സംസാരിച്ചത് നമ്മൾ കേട്ടിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ? ഇപ്പോൾ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതീവ ഗൗരവതരമായിട്ടുള്ള പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് മന്ത്രി എത്തുന്നത് എന്തുകൊണ്ടാണ്? അക്ഷയ, തീർച്ചയായിട്ടും രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ഗാനം പാടുന്നത്, ഗണഗീതം പാടുന്ന അടക്കം അതിൽ ആഴ്ചകളുടെ ഒരു റിഹേഴ്സൽ നടന്നിട്ടുള്ളൊരു അനുമാനം അദ്ദേഹത്തിനുണ്ട്, മന്ത്രിക്കുണ്ട് എന്നുള്ള കാര്യം അടക്കമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ ഈ പ്രതികരണത്തിലും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദേശഭക്തി ഗാനമാണെന്നൊക്കെ പറയുന്നത്, അത് ആ അറിവ് എവിടെ നിന്നാണ് ഉള്ളത്, അക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇത് കുട്ടികൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ വരുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ട്. അത്തരത്തിലുള്ള ഭയം വേണ്ട. കാരണം കുട്ടികൾ ഇക്കാര്യത്തിൽ നിരപരാധികളാണ്. അവർക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്കൂളിനെതിരെ ഒരുപക്ഷെ രൂക്ഷമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ NOCയുടെ കാര്യമൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന സമയത്ത് ഈ CBSE സ്കൂളുകളാണെങ്കിലും ശരി, സ്റ്റേറ്റ് സ്കൂളുകളാണെങ്കിലും ശരി, ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളാണെങ്കിലും ശരി, അത് കേരളം തന്നെയാണ്, ഓരോ സംസ്ഥാനങ്ങളുമാണ് അതിന് NOC നൽകുന്നത്. ഈ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ, ചട്ടലംഘനം ഉണ്ടാവുകയാണെങ്കിൽ NOC റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അത് നിയമത്തിലുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിന്റെ പ്രതികരണം, അതിലടക്കം അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. നാളെ അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണും. ആ സമയത്ത് ഈ ഗണഗീതം വിവാദം അത് വലിയ രീതിയിൽ വിവാദമായി, മാത്രമല്ല അക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ധർമ്മേന്ദ്ര പ്രധാനും ഒരു നിവേദനം നൽകുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതായത് എല്ലാ രീതിയിലും ഒരു പ്രോട്ടോകോൾ ലംഘനം ഔദ്യോഗിക പരിപാടിക്കിടയിൽ നടന്നിരിക്കുന്നു. ഇത് ജനാധിപത്യത്തെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും ഈ ഭരണഘടനയും എല്ലാം വെല്ലുവിളിക്കുന്ന വളരെ അഹങ്കാരം നിറഞ്ഞ ഒരു പരിപാടിയാണ്, ഒരു നടപടിയാണ് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ എന്തായാലും വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ദേശഭക്തി ഗാനമാണ് RSSന്റെ ഗണഗീതം എന്നുള്ള അറിവ് പ്രിൻസിപ്പലിന് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് വി ശിവൻകുട്ടി ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്.